കടന്നു വരാൻ പോവാണ്. മാറണം ചെറുപ്പക്കാരാ, മാറ്റമുണ്ടാക്കണം ചെറുപ്പക്കാരാ. സിനിമാ നടന്മാരുടെ പിന്നാലെ കന്നുകാലികളെ പോലെ നടക്കാറ് ശുഹദാക്കളെ കുറിച്ച് പഠിച്ചോ. കള്ളുകുടിയന്മാരുടെ പിന്നാലെ ആഭാസത്തരത്തിന് വേണ്ടി നടക്കാറ് ഇസ്ലാമിന്റെ ചുണക്കുട്ടന്മാരെ കുറിച്ച് പഠിച്ചോ. എന്നിട്ട് മനോഹരമായി നല്ല രീതിയിൽ മുടി വളർത്തിക്കോ, നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചോ, നല്ലതുപോലെ ഇബാദത്ത് ചെയ്തോ, മഹാന്മാർക്ക് വേണ്ടി ഫാത്തിഹ ഓതിക്കോ. ആ ചരിത്രം വിറങ്ങലിച്ചു നിൽക്കുന്ന മനോഹരമായ അറേബ്യൻ സംസ്കാരത്തിന്റെ മുഹൂർത്തങ്ങള് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ മനസ്സിലേക്ക് കൊണ്ടുവാ. അല്ലാതെ മറ്റുള്ളവരെ പറ്റിക്കാനും വഞ്ചിക്കാനും തട്ടിക്കാനും ഓട്ടിക്കാനും ചതിക്കാനും വേദനിപ്പിക്കാനും പ്രയാസപ്പെടുത്താനും കൊള്ള നടത്താനും കൊള്ളിവെക്കാനും മാനഭംഗപ്പെടുത്താനും കൊലപാതകം നടത്താനും അനാശാസ്യങ്ങൾക്ക് തിരിതെളിക്കാനും വേണ്ടി കെട്ടി രംഗപ്രവേശനം ചെയ്ത് ഇബ്ലീസിന്റെ വാലാട്ട് പട്ടികളായി നരകത്തിന്റെ വിറക് കൊള്ളിയാകാതിരിക്കാറ് കടന്നുവാ ചെറുപ്പക്കാരോ. കള്ളു വലിച്ചെറിയ ഇസ്ലാമിന്റെ യുവത്വമേ. മദ്യം വലിച്ചെറിയണോ, മദിരാശി വലിച്ചെറിയണോ, അനാവശ്യമായ ചിന്തകൾ ചിത്രങ്ങൾ വലിച്ചെറിയണോ. അനീബൂ ഇലാ റബ്ബിക്കും വഅസ്ലിമൂ. അല്ലാഹുവിന്റെ യഥാർത്ഥമായ ദീൻ വാരിപ്പുണരാൻ വന്നോ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇസ്ലാമിന്റെ ശത്രുക്കൾ കമ്മിറ്റി കൂടി ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലണം, ഇല്ലെങ്കിൽ ദീൻ വളരും ഉറപ്പാണ്. കമ്മിറ്റി കൂടുമ്പോഴൊക്കെ കമ്മിറ്റി ഇങ്ങനെ വിറയ്ക്കുക. കാരണം കൊല്ലാനെ കൊണ്ട് ചെല്ലാൻ പറഞ്ഞിരിക്കാൻ മുമ്പേ ലോകത്ത് ഏതൊക്കെ അഭ്യാസമുണ്ടോ അതൊക്കെ ഹംസ റളിയല്ലാഹു അൻഹു അറിയാം. അതൊക്കെ ഹംസ റളിയല്ലാഹു അൻഹുവിന് അറിയാം. അത് കഴിഞ്ഞിട്ട് അറേബ്യൻ മണ്ണിൽ വേറെ ആരുള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹു മുത്ത് റസൂലിനെ കൊല്ലാമെന്ന ചരിത്രം നിങ്ങൾക്ക് അറിയാലോ. കാലം കുതിക്കുന്ന നീതിമാൻ നിങ്ങൾ പഠിച്ചതാ. ഊരിപ്പിടിച്ച വാൾ കയ്യിൽ വെച്ചിട്ട് എവിടെ മുഹമ്മദ് ഒരു ചോടി വന്നപ്പോ ഒരാൾ ഓടി വന്ന് പറഞ്ഞു നബിയേ രക്ഷപ്പെട്ട ഉമർ വരികയാണ്. ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഏത് ഉമർ? ഉമറിന്റെ ജീവിതത്തിൽ ആദ്യമായി തിരിച്ചടിക്കുന്നത് ഒരുപക്ഷെ ഇന്ന് ഹംസയായിരിക്കും. ധൈര്യം ഉണ്ടെങ്കിൽ വരാൻ പറയുമെന്ന് പറഞ്ഞ് മുത്ത് റസൂലിന്റെ ചാരത്തൊരു സിംഹക്കുട്ടിയെ പോലെ നിന്നു മഹാനായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു തആല അൻഹു. ഇതൊക്കെ പറയുമ്പോ ഇവിടെയുള്ള ഇസ്ലാമില്ലാത്ത മറ്റു മതത്തിലുള്ള സഹോദരങ്ങൾ അവര് വാഴ്ചും കുത്തി ഇതൊക്കെ തൂക്കി ഇങ്ങനെ നിൽക്കാണ്. അവര് പറയും മുസ്ലിയാർ ഇവിടെ അടി ഉണ്ടാക്കാൻ വേണ്ടി വാളും പരിചയം യുദ്ധമായിട്ട് വന്നില്ലടാ, ആകെ കുഴപ്പമായി, നമ്മൾ വാഴ്ചു കുത്തി പ്രശ്നമായല്ലോ എന്ന് ചിന്തിക്കരുത്. ഇതൊരു ഇസ്ലാമിന്റെ ഒരു സഹാബിയുടെ ചരിത്രമാണ്. നിങ്ങളും പഠിക്കണം. ലോകത്ത് യുദ്ധം നടന്നതൊക്കെ മരിക്കാൻ പോകുമ്പോ തിരിഞ്ഞു നിന്നുകൊണ്ട് കൊല്ലല്ലേ എന്ന് പറയുന്ന വിശ്വാസികളാണ്. ആദ്യമേ അവര് വിപ്ലവം നടത്തി വാളും കൊണ്ട് ഇറങ്ങി വന്നില്ല. മുത്ത് റസൂൽ ദീൻ പ്രചരിപ്പിച്ചപ്പോ അള്ളാന്റെ ഹബീബിന്റെ വീട്ടിനകത്തൊരു ജൂതനായ മനുഷ്യനെ പറഞ്ഞു വിട്ടു അവിടെ മലമൂത്ര വിസർജനം നടത്താൻ വേണ്ടി, പണി കൊടുക്കാൻ വേണ്ടിയാ. എത്രയും കഷ്ടപ്പെടുത്തുക, അതാണല്ലോ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ കാര്യം. നബിതങ്ങളെടുത്ത് ഈ മുസാഫറായ മനുഷ്യൻ ജൂതനാണ്, പുറത്തു പറഞ്ഞില്ല നബിയെ കിടക്കാൻ ഇച്ചിരി സ്ഥലം വേണം, രാത്രിയാ. അള്ളാന്റെ റസൂൽ പറഞ്ഞു കിടന്നോളൂ എന്ന് പറഞ്ഞ് കുറച്ച് സ്ഥലം കൊടുത്തു. ഈ മനുഷ്യൻ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് വന്നതാ. രാത്രി അതിനകത്ത് മലമൂത്ര വിസർജനം നടത്തി അത് ആ റൂം മുഴുവനും വൃത്തികേടാക്കിയിട്ട് മുത്ത് റസൂൽ എഴുന്നേൽക്കുന്നതിന് മുമ്പേ പുറകിലെ വാതിലിലൂടെ ഇറങ്ങി ഓടി ഈ മനുഷ്യൻ, ജൂതനായ മനുഷ്യൻ. പോയപ്പോഴാണ് യാത്രയ്ക്കുള്ള കുറച്ച് ഭക്ഷണവും സാധനങ്ങളൊക്കെ ഒരു സഞ്ചിയിലാ വെച്ചിരുന്നത്. അത് ആ റൂമിലായി പോയി. അതെടുക്കാൻ വേണ്ടി ഈ മനുഷ്യൻ തിരിച്ചു ചെല്ലുമ്പോൾ അവിടെ കണ്ട കാഴ്ച എന്താ? എന്റെ ഹൈന്ദവ സഹോദരങ്ങൾ പഠിക്കണം. വാളും പരിചയും ബോംബും ഒന്നുമല്ല ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ മാർഗം. ജീവിതമാണ്. ജീവിതം കാണിച്ചു കൊടുക്ക്, ജീവിച്ച് കാണിച്ചു കൊടുക്ക്, മറ്റുള്ളവരൊക്കെ ഇസ്ലാമിലേക്ക് വരും. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ റൂമിലേക്ക് ജൂതനായ മനുഷ്യൻ ചെന്ന് നോക്കുമ്പോ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ കൈകൾ കൊണ്ട് ആ നജസ് വൃത്തിയാക്കാൻ. സുബ്ഹാനല്ലാഹ്. ആ മനുഷ്യൻ അവിടെ നിന്ന് കരഞ്ഞിട്ട് പറഞ്ഞു എനിക്കിനി നിങ്ങളെ മതി, ഈ ലോകത്തെക്കാളും ഞാൻ സ്നേഹിക്കുന്നത് നിങ്ങളെയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. മാപ്പാക്കണേ എന്ന് പറഞ്ഞിട്ട് ആയിരക്കണക്കിന് ആളുകൾ ജീവിതം കണ്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്നു. അല്ലാതെ വാളും പരിചയം ബോംബൊന്നുമല്ല. നിങ്ങൾക്ക് സങ്കടം വേണ്ട. സർവമംഗള മംഗല്യേ ശിവേ സർവാർദ്ധ സാധികേ തരണ്യേ ത്രായംബകേ ഗൗരി നാരായണീ നമോസ്തുതേ എന്ന് പാടി ഹൈന്ദവ ഭക്തജനങ്ങളായ നിങ്ങളെ വേദനിപ്പിക്കാനല്ല ഞാനിവിടെ വന്നത്.
യമാന വസ്തുവോ മനോ യഥാ വസ്തു സഹാസ്തി. ഒരമ്മ പെറ്റ മക്കളെ പോലെ ജീവിക്കുന്നവനാണ് യഥാർത്ഥ ഹൈന്ദവ മതത്തിൽ അനുയായി എന്ന് പറഞ്ഞ മഹാഭാരതത്തിന്റെ അണികളാണ് ബാഡ്ജുകുത്തി ഇവിടെ നിൽക്കുന്ന ഈ സ്ഥാപനം നന്മയ്ക്കു വേണ്ടിയുള്ളതാണ്, മനുഷ്യത്വത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് വിശ്വസിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങൾ അല്ലാഹു ഹിദായത്ത് കൊടുക്കട്ടെ. അപ്പോ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വകവരുത്തണം, ഇല്ലെങ്കിൽ ദീൻ വളരും എന്ന് പറഞ്ഞുകൊണ്ട് കമ്മിറ്റി കൂടി ശക്തമായി തീരുമാനങ്ങൾ ഉണ്ടായി. ബദർ യുദ്ധത്തിന് മുമ്പ് തന്നെ ചെറിയ ചെറിയ അടിയും ബഹളവും ലഹളയും കുഞ്ഞു കുഞ്ഞു യുദ്ധങ്ങളും ഒക്കെ ഉണ്ടായി. പക്ഷേ ആ ബദർ യുദ്ധത്തിന്റെ സമയമായി ഇസ്ലാമിക ചരിത്രത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ സിംഹമാണ്, അല്ലാഹുവിന്റെ സിംഹമാണെന്ന് ലോകം തലകുലുക്കി സമ്മതിച്ച പോലെ ചരിത്രമുറങ്ങുന്ന ഭാഗമാണ് ബദർ. എന്റെ പ്രിയപ്പെട്ടവരെ, പഴയ കാലത്തുള്ള ഉമ്മമാരോട് ഉപ്പമാരോട് ചോദിച്ചാൽ ബദർ പടപ്പാട്ട് അവര് പാടിത്തരുമല്ലോ. ഇന്ന് ഏത് മക്കളോടാണ് ചോദിക്കുക? മക്കളെ ഒരു ബദറിന്റെ പാട്ട് പാടിത്ത, മക്കളെ ഒരു ബദരീങ്ങളെ മതക് പറഞ്ഞതാ ഒരുത്തരും അറിയില്ല. തുണി ഉടുക്കാത്ത ആൽബം പാട്ടിന്റെ പിന്നാലെ നായകളെ പോലെ കറങ്ങി നടന്നുകൊണ്ട് ആദർശത്തെ കളഞ്ഞു കുളിക്കാറില്ലാതെ മുൻഗാമികൾ രചിച്ചു വെച്ച പോലെ മഹാന്മാരുടെ ചരിത്രമാരെ ബദർ പടപ്പാട്ട്. എന്റെ പ്രിയപ്പെട്ട കാഞ്ഞങ്ങാട് കാസർഗോഡ് ജില്ലയിലെ ചെറുപ്പക്കാരാ തിരിച്ചു കൊണ്ടുവരിക. ഒരുപക്ഷെ ഇവിടെ ഏതെങ്കിലുമൊക്കെ ഉപ്പമാരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും. ഇങ്കും ഇഹ്റാജായുള്ളൊരു ലഹുവായി വേച്ച് ശുചൈകളേതെല്ലാമുണ്ട് ഓതിയിടൂവീ കിണ്ടങ്ങൾ അൽത്താമുണ്ടെന്നോ മൈറുമ്പിൻ കിബറനാം ജാവീറും അബിലുസൈനും ഇതുപൊടി കേമക്കാരായുള്ള നാമക്കാരാ. മറന്നുപോയല്ലോ എന്റെ കേരളത്തിന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മറന്നുപോയല്ലോ. കുറെ സിനിമാ പാട്ട് വരുമ്പോ, കുറെ ആൽബം പാട്ട് വരുമ്പോ, കുറെ മൈക്കിൾ ജാക്സന്റെ ചുവടുകൾ വരുമ്പോ, കുറെ ഉഷാ ഉതുപ്പിന്റെ വൃത്തികെട്ട വാക്കുകൾ കടന്നു വരുമ്പോ, കുറെ സംഗീതം വരുമ്പോ, കുറെ ആട്ടവും പാട്ടും വരുമ്പോ എങ്ങനെ മറക്കും നിങ്ങൾ? റമളാന്റെ 17-ാം രാവിന്റെ പരിവയിലത്ത് പട്ടിണി കിടന്നുകൊണ്ട് തുരുമ്പിച്ച വാളം പിടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങിയ ബദരീങ്ങളെ നിങ്ങൾക്ക് മറക്കാൻ എങ്ങനെ പറ്റുന്ന ചെറുപ്പക്കാരാ? പദവി കൂടുമ്പോ, പണം കൂടുമ്പോ, ആഡംബരം കൂടുമ്പോ നിങ്ങൾ മറക്കല്ലേ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് 600 തടിച്ചു കൊടുത്ത ഒട്ടകങ്ങളാ, 1000-ഓളം വരുന്ന യോദ്ധാക്കളാ. പാവപ്പെട്ട ബദറിലോ 70-ഓളം വരുന്ന തുരുമ്പിച്ചു പോയ 70-ഓളം വരുന്ന ശരീരം ശുഷ്കിച്ചു പോയ ഒട്ടകങ്ങളും തുരുമ്പിച്ച കുറെ വാളുകളും. അല്ലാഹുവേ, 16 ദിവസം നോമ്പ് പിടിച്ചതല്ലേ, ബദറിലേക്ക് പുറപ്പെടുകയാ. അതിന്റെ കാര്യകാരണങ്ങൾ പറയലല്ലേ എന്റെ ലക്ഷ്യം? ഹംസ റളിയല്ലാഹു അൻഹുവിനെ പരിചയപ്പെടുത്തല. ഇസ്ലാമിന്റെ ശത്രുക്കൾ നേരത്തെ വന്ന് വെള്ളവും സമ്പൽ സമൃദ്ധിയുമുള്ള സ്ഥലത്തൊക്കെ വന്ന് തമ്പടിച്ചു പോയി. പാവപ്പെട്ട മുസ്ലിങ്ങൾ ടെന്റ് കെട്ടി താമസിക്കുന്ന സ്ഥലത്ത് വെള്ളമില്ല. വല്ലാത്ത പരിതാപകരമായ അവസ്ഥ, മഴയുമില്ല. ആകെ സങ്കടത്തിലായി, ബേജാറിലായി അവരെല്ലാവരും മുത്ത് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്ന് പരാതി പറഞ്ഞു. നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, മഴ വേണം നബിയേ, വുളു എടുക്കാൻ പോലും വെള്ളമില്ല നബിയേ. സങ്കടം ബോധിപ്പിച്ചപ്പോ ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സുജൂദിൽ കിടന്നുകൊണ്ട് ബദറിന്റെ തലേ ദിവസം ഒരു ദുആ ചെയ്തു. ആ സുജൂദിൽ ഏറ്റവും അധികം അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലിയ ഒരു ദിക്ർ മഹാന്മാർ കിതാബിലൂടെ രേഖപ്പെടുത്തുകയാണ്. ആ സുജൂദിൽ, ബദറിന്റെ തലേ ദിവസത്തെ സുജൂദിൽ അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും അധികം ചൊല്ലിപ്പോയ ദിക്ർ കിതാബുകളിൽ കാണാം. ആ ദിക്ർ നിങ്ങൾക്ക് പഠിക്കണ്ടേ. ആരംഭ റസൂല് ബദറിന്റെ തലേ രാത്രിയിൽ സുജൂദിൽ കിടന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചൊല്ലിയ മനോഹരമായ ദിക്ർ നിങ്ങൾക്ക് പഠിക്കണ്ടേ. അല്ലാഹു പഠിക്കാൻ തൗഫീഖ് തരട്ടെ. ഇന്നവസാനം കാത്തിരിക്കുന്നവരെ, പോകാതെ നിൽക്കുന്നവരെ, ഞാൻ നിക്കട്ടെ, കാലിലവരട്ടെ, ക്ഷീണിക്കട്ടെ, ഉസ്താദേ ആ ദിക്ർ പറഞ്ഞ് ദുആ ചെയ്യുന്നത് വരെ ഞാൻ പോവില്ല, ഞാൻ
കിടന്നുകൊണ്ട് സമുദായത്തിന് വേണ്ടി പൊട്ടിക്കരഞ്ഞ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സുജൂദിൽ കിടന്ന് ഏറ്റവും അധികം ചൊല്ലിയ ഒരു ദിക്ർ 11 പ്രാവശ്യം ഇന്നിവിടെ ചൊല്ലി ഇൻഷാ അല്ലാഹ് സയ്യിദന്മാരുടെ നേതൃത്വത്തിൽ ദുആ.